Hi friends, നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. റെക്ടിഫയറുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 തരം റെക്ടിഫയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, പിന്നെ ഫുൾ വേവ് റെക്ടിഫയർ 2 തരത്തിലുണ്ട്. സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയറും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്, അതിൻ്റെ ഓപ്പറേഷന്, അതിൻ്റെ ഫീച്ചേഴ്സ്, റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി, പവർ എഫിഷ്യൻസി, റിപ്പിൾ ഫാക്ടർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു ഈ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. പ്രധാനമായിട്ടും ഹാഫ് വേവ് റെക്ടിഫയറിന് 2 ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ഒന്ന്, റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഈസ് വെരി ലെസ്. ഓൺലി 40.6% ഈസ് ദ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് ദ ഹാഫ് വേവ് റെക്ടിഫയർ. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്അഡ്വാൻറ്റേജ്. രണ്ടാമത്തത്, ഇറ്റ്സ് റിപ്പിൾ ഫാക്ടർ ഈസ് വെരി ഹൈ. റിപ്പിൾ ഫാക്ടർ ഈസ് അബൌട്ട് 1.21. ഇറ്റ് ഈസ് വെരി ഹൈ. സോ ഇറ്റ് നീഡ്സ് ഇലാബറേറ്റ് ഫിൽറ്റർ ടെക്നിക്സ്. ഓക്കെ, അതും അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിരുന്നു. അതായത് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഡി സിയുടെ കൂടെ ഒരുപാട് എ സി കമ്പോണൻസ് കൂടി ഉണ്ടാവും. നമ്മൾക്കത് ആവശ്യമല്ല, നമുക്ക് ഡി സി ആണ് ഔട്ട്പുട്ടിൽ വേണ്ടത്. ഒരുപാട് എ സി ഉണ്ട്. ആ എ സി കമ്പോണൻറ്റ് ാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ റിപ്പിൾ കൂടുമ്പോഴാണ് റിപ്പിൾ ഫാക്ടർ ഹൈ ആവുന്നത്. അപ്പോൾ ആ റിപ്പിളിനെ എ സി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഓക്സിലറി സർക്യൂട്ട്സ് ആയിട്ടുള്ള ഫിൽറ്റർ സർക്യൂട്ട്സ്, ഇലാബറേറ്റ് ഫിൽറ്റർ ടെക്നിക്സ് നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഡിസ്അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല സർക്യൂട്ടുകൾ നമുക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറുകൾ ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ 2 തരത്തിലുണ്ട്. സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു ഡിസ്കസ് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. ശ്രദ്ധിക്കുക, സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിലെ പോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറിൽ നമ്മൾ ഒരു ഡയോഡാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ 2 ഡയോഡുകൾ, D1, D2 എന്നിങ്ങനെ 2 ഡയോഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോഡ് റെസിസ്റ്റർ RL ഇവിടെയും ഉപയോഗിക്കുന്നു. ആ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ, 2 ഡയോഡുകൾ, ഒരു ലോഡ് റെസിസ്റ്റർ, ഇത്രയുമാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഹാഫ് വേവ് റെക്ടിഫയറിൽ ഉപയോഗിച്ചതുപോലുള്ളൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ അല്ല. അവിടെ ഹാഫ് വേവ് റെക്ടിഫയറിലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിന് 2 ടെർമിനൽസേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, 2 ടെർമിനൽസ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ സെക്കൻഡറിയിൽ നിന്ന് 2 ടെർമിനൽസ്, നേരത്തെ പോലെ തന്നെ 2 ടെർമിനൽസ്, 2 എൻഡുകൾ നമുക്ക് കാണാം. പ്ലസ് അതിൻ്റെ സെൻറ്ററിൽ നിന്നൊരു ടെർമിനൽ കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയിൽ നിന്ന് 3 ടെർമിനൽസ് ഉണ്ട്. ഓക്കെ, ആ സെൻറ്ററിൽ നിന്നുള്ള ടെർമിനലിനെ നമുക്ക് സെൻറ്റർ ടാപ്ഡ് ടെർമിനൽ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ സെൻറ്റർ ടാപ്ഡ് ടെർമിനലിലുള്ള ഈ ട്രാൻസ്ഫോർമറിനെ നമുക്ക് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമർ സെൻറ്റർ ടാപ്ഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആണ്. ഓക്കെ, നോക്കുക, ആ സെൻറ്റർ ടാപ്ഡ് ആമിൽ നിന്നാണ് നമ്മൾ ലോഡ് റെസിസ്റ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ലോഡ് റെസിസ്റ്റർ RL കണക്ട് ചെയ്തിട്ടുള്ളത് സെൻറ്റർ ടാപ്ഡ് ആം ഓഫ് ദ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോക്കി നോക്കുക, നമ്മളിവിടെ ഈ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്. ഓക്കെ, നമ്മളിവിടെ ഇൻപുട്ടിൽ കൊടുക്കുന്നത് നേരത്തെ പോലെ തന്നെ ഒരു AC ആണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇതാ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അല്ലേ? +VM -VM പൊട്ടൻഷ്യലുകൾക്കിടയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു AC ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ പറയുന്നു. ആദ്യം ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൻ്റെ ഫംഗ്ഷനൊക്കെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ്, അതിലെ ഫംഗ്ഷൻസ് തന്നെയാണ്. മെയിൻ സർക്യൂട്ടിൽ നിന്ന് നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുന്നു, അല്ലേ? ഈ ഡയോഡ്സിൽ ഫ്ലോ ചെയ്യുന്ന ഫോർവേഡ് കറണ്ട് മാക്സിമം ഫോർവേഡ് കറണ്ടിൻ്റെ ബിലോ ആയിട്ട് നിലനിർത്തുന്നു. പിന്നെ ഇവിടെ ഡയോഡുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജ് എപ്പോഴും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിൻ്റെ താഴെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഹാഫ് വേവ് റെക്ടിഫയറിൽ പഠിച്ച അതേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ടുള്ളത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ നമ്മൾ AC കൊടുക്കുന്നു. അപ്പോൾ ഇൻപുട്ടിൽ AC കൊടുക്കുന്നു. അപ്പോൾ AC അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്തു. ഈ സെക്കൻഡറിക്ക് അക്രോസ് ആയിട്ട് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. ACയിലെ
പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് നോക്കുക, ഇവിടെ എ എന്ന് പറയുന്ന ടെർമിനൽ പോസിറ്റീവായിട്ടും ബി എന്ന് പറയുന്ന ടെർമിനൽ നെഗറ്റീവായിട്ടും മാറുന്നു. ഓക്കെ, എ ബിക്കം പോസിറ്റീവ് ആൻഡ് ബി ബിക്കം നെഗറ്റീവ്. അപ്പോൾ നമുക്ക് എ പോസിറ്റീവ്, അത് D1 എന്ന് പറയുന്ന ഡയോഡിൻ്റെ ആരോ ഹെഡിലേക്കാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവ് ആരോ ഹെഡ് മീൻസ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് D1 എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്നു. എന്നാൽ D2 നോക്ക്, ബി നെഗറ്റീവ് ആണ് ആയി മാറിയത് അല്ലേ. ഇപ്പോൾ എ പോസിറ്റീവ് ബി നെഗറ്റീവ് ആണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത്. അപ്പോൾ പോസിറ്റീവ് ഡയോഡിൻ്റെ പോസിറ്റീവ് D1 ഫോർവേഡ് ബയാസ് ആവുന്നു. എന്നാൽ ഇവിടെയോ ബി നെഗറ്റീവ് ആണ്, D2വിൻ്റെ പോസിറ്റീവിലേക്കാണ് നെഗറ്റീവ് പോകുന്നത്. അപ്പോൾ D2 എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ബയാസ് ആവുന്നു. ഓക്കെ, അപ്പോൾ വെൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡയോഡ് D1 ബിക്കംസ് ഫോർവേഡ് ബയാസ്ഡ് വേറാസ് ഡയോഡ് D2 ബിക്കംസ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ D1 എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് അതിലൂടെ കറണ്ട് കടന്നു പോകും അല്ലേ. ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും, അപ്പോൾ അതങ്ങനെ കറണ്ട് കടന്നു പോകും. പക്ഷേ ഇതാ ഇവിടെ നിങ്ങോട്ട് താഴത്തേക്ക് കറണ്ടിന് ഒഴുകാൻ സാധിക്കില്ല, കാരണം ഈ ഡയോഡ് എന്താണ്, റിവേഴ്സ് ബയാസ് ആയിരിക്കുകയാണ്. ഓക്കെ, റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്, സർക്യൂട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്, കണ്ടക്ഷൻ നടക്കുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കി നോക്കുക, ഇവിടെ താഴത്തേക്ക് പോവില്ല കറണ്ട്, ഫോർവേഡ് കറണ്ടിന് താഴത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഇതാ ഈ അപ്പർ ലൂപ്പിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ അപ്പർ ലൂപ്പ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, അപ്പർ ലൂപ്പിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അങ്ങനെ ഇവിടെ ഈ ഒരു അപ്പർ ലൂപ്പിൽ അല്ലേ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഫ്ലോ കാരണം നോക്കുക, നമ്മളിവിടെ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ സെൻട്രൽ ടാപ്ഡ് ആമിലാണ്. ആ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ആ ഔട്ട്പുട്ട് ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ, ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് RLന് അക്രോസ് ആയിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കണു, RLന് അക്രോസ് ആയിട്ട് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. വെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഓക്കെ, എ എന്ന് പറയുന്ന ടെർമിനൽ നെഗറ്റീവും ബി എന്ന് പറയുന്ന ടെർമിനൽ പോസിറ്റീവും ആയിട്ട് മാറും. വെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടെർമിനൽ എ ബിക്കം നെഗറ്റീവ് വേറാസ് ബി ബിക്കം പോസിറ്റീവ്. എ നെഗറ്റീവ് ആകുമ്പോൾ നോക്കി നോക്ക്, നെഗറ്റീവ് D1ൻ്റെ പോസിറ്റീവുമായിട്ടാണ് കണക്ഷൻ. അപ്പോൾ D1 റിവേഴ്സ് ബയാസിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നില്ല, അപ്പർ ലൂപ്പിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ നടക്കില്ല. എന്നാൽ ഇവിടെ താഴത്തേക്ക് നോക്കുക, D2 എന്ന് പറയുന്ന ഡയോഡ് അവിടെ ബി പോസിറ്റീവാണ്, ആ പോസിറ്റീവ് എവിടേക്കാണ് കണക്ഷൻ പോകുന്നത്, ഡയോഡിൻ്റെ പോസിറ്റീവിലേക്കാണ്. അപ്പോൾ പോസിറ്റീവ് D2 ബിക്കം ഫോർവേഡ് ബയാസ്ഡ്. D2 ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് തന്നെ അല്ലേ സർക്യൂട്ട് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഈ ലോവർ ലൂപ്പ് ഈ രീതിയിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇവിടെ ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ലോവർ ലൂപ്പ് കംപ്ലീറ്റ് ആവും, D2 ഫോർവേഡ് ബയാസ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് RLന് അക്രോസ് ആയിട്ട് വീണ്ടും നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. എഗെയിൻ next positive half cycle is introduced. D1 become forward biased, D2 become reverse biased, upper loop conducts electricity or circuit will be completed in the upper loop, so positive half cycle is obtained across RL. Next negative half cycle is introduced. D1 become reverse biased, D2 become forward biased, lower loop completes its circuit, so പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒബ്റ്റെയിൻഡ് ആസ് ഔട്ട്പുട്ട് അക്രോസ് ലോഡ് റെസിസ്റ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കി നോക്ക്, കണ്ടിന്യൂസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. നേരത്തെ ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഹാഫ് സൈക്കിളുകൾ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൾട്ടർനേറ്റ് വാക്കൻസീസ് നമ്മുടെ ഔട്ട്പുട്ടിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കണ്ടിന്യൂസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നോക്കി നോക്ക്, ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന AC മുഴുവനായിട്ടും റെക്ടിഫൈ ചെയ്യുന്നുണ്ട്, ഒരു വാക്കൻസിയും നമുക്ക് കിട്ടുന്നില്ല അല്ലേ. അതായത് ഇൻപുട്ട് വേവിനെ ഫുള്ളായിട്ടും റെക്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നെയിംഡ് സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്യൂട്ട് പറഞ്ഞു, അതിൻ്റെ ഓപ്പറേഷനും ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. നമ്മുടെ സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സ് നോക്കുക. ഇവിടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും ഇൻപുട്ട് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം എന്നുള്ളതാണ്. സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് പാറ്റേൺസ് ആണ്. ഇവിടെ നമ്മൾ നോക്കി നോക്ക്, ഇവിടെ
0 മുതൽ 2 ഇവിടെ ഇൻപുട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ടിൽ റിപ്പീറ്റഡ് പാറ്റേൺസ് ഇതാണ്, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉൾപ്പെടുന്ന അല്ലേ, ഇതാണ് റിപ്പീറ്റഡ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്ക് 0 മുതൽ 2π റേഡിയൻ വരെ അങ്ങനത്തെ എത്ര സൈക്കിളാണ് ഉള്ളത്? ഒരു സൈക്കിളാണ് ഉള്ളത്. ഓക്കെ, 0 to 2π റേഡിയൻ വരെ ഇൻപുട്ടിൽ ഒരു സൈക്കിളാണ് ഉള്ളത്. എന്നാൽ ഔട്ട്പുട്ടിൽ നോക്കി നോക്കി റിപ്പീറ്റഡ് പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് അവിടുത്തെ റിപ്പീറ്റഡ് പാറ്റേൺ എന്ന് പറയുന്നത്. 0 to 2π റേഡിയൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ എത്ര സൈക്കിളുകളുണ്ട്? 2 സൈക്കിളുകളുണ്ട്. ഓക്കെ, ഇവിടെ ഇൻപുട്ടിൽ 0 to 2π റേഡിയൻ വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈക്കിളേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഔട്ട്പുട്ടിൽ 0 to 2π റേഡിയൻ നോക്കിക്കഴിഞ്ഞാൽ 2 സൈക്കിളുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് ഫ്രീക്വൻസിയേക്കാൾ ഡബിൾ ആണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി. ഓക്കെ, ബിറ്റ്വീൻ 0 and 2π റേഡിയൻ one cycle is completed in the case of input wave, whereas 2 cycles are completed in output wave. So here output frequency f out is equal to 2 into f in. Output frequency is double of the input frequency. F out output frequency, f in input frequency. Therefore f out is equal to 2f in ആണ് ഇവിടെ. ഹാഫ് വേവ് റെക്ടിഫയറിൽ f out is equal to f in ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ദ ഡയോഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ഇൻ വിച്ച് എ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഈസ് നോൺ ആസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അല്ലെ, ഒരു ഡയോഡിന് താങ്ങാൻ സാധിക്കുന്ന ഒരു മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ഉണ്ട്. അതിൽ കൂടുതൽ റിവേഴ്സ് വോൾട്ടേജ്, റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ അതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യപ്പെടുത്തുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ റിവേഴ്സ് വോൾട്ടേജ് ഒരു അപ്പർ ലിമിറ്റിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ആ ഡയോഡ് ഡാമേജ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക, അത് ആ ഒരു മാക്സിമം, ഓക്കെ, മാക്സിമം ലിമിറ്റ് ഓഫ് ദ റിവേഴ്സ് വോൾട്ടേജ് ക്യാൻ ബി അപ്ലൈഡ് ഓൺ എ ഡയോഡ് ഈസ് നോൺ ആസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് ദ എ സി ഇൻപുട്ട് എന്ന് പറയുന്നത് VM ആണെങ്കിൽ, അല്ലേ, നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന ഡയോഡിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്രയെങ്കിലും വേണം? VMA എങ്കിലും വേണം. ഓക്കെ, VMൽ കുറയാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ. അപ്പോൾ ഡയോഡ് യൂസ്ഡ് ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ മസ്റ്റ് ഹാവ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു VM എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, VMൽ കൂടുതലായ പ്രശ്നമല്ല, ഒരിക്കലും VMൽ കുറവാവാൻ പാടില്ല. ഇവിടെയോ, ഇവിടെ നോക്കുക, ഇവിടെ ഡയോഡിന് എക്രോസ് ആയിട്ട്, ഈ 2 ഡയോഡിനും എക്രോസ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് 2VM ആണ്. ഓക്കെ, ഇവിടെ AC-യിൽ കൊടുക്കുന്ന മാക്സിമം വാല്യൂ VM ആണെങ്കിൽ ഓരോ ഡയോഡിലും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ഇവിടെ എത്രയാണ്? 2VM. അപ്പോൾ ആ വോൾട്ടേജ് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന 2 ഡയോഡിനും വേണം. ഓക്കെ, അപ്പോൾ നോക്കി നോക്കുക, 2 ഡയോഡിനും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അറ്റ്ലീസ്റ്റ് എത്ര വേണം? 2VM വേണം എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ മാത്രമാണ്, കാരണം ഇതിനകത്ത് 2VM റിവേഴ്സ് വോൾട്ടേജ് വരെ അപ്ലൈ ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ഡയോഡുകൾക്കും നിർബന്ധമായിട്ട് 2VM റിവേഴ്സ് വോൾട്ടേജ് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മനസ്സിലാക്കുക. ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് ദ സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ഈസ് ഡബിൾ ഓഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഫോർ ദ ഡയോഡ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ദ 2 times ഓഫ് ദ മാക്സിമം വോൾട്ടേജ് ഫ്രം ദ AC ഇൻപുട്ട്. ഓക്കെ, ഈ 2 ഫീച്ചേഴ്സ് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയാണ് പറയാനുള്ളത്. നൗ വി ഹാവ് ടു ഡിസ്കസ് ദ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് ദ സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. വി നോ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി is the ratio of output DC power to the input AC power of a rectifier circuit. Eta is equal to PDC by PAC, where PDC is the output DC power and PAC is the input AC power. Okay, DC current is flowed only through the load resistor. Okay, it is not flowing through the diode. So PDC, output DC power, PDC is equal to IDC square RL, where RL is the load resistance here. Okay, we have to find this IDC. Okay, IDC is to be found. For that we consider the output DC wave obtained across the load resistor of the center tapped full wave rectifier. That is like this, continuous positive half cycles. Okay, with a maximum value Im, and it is a from 0 to pi, it is sinusoidal. Okay, so from 0 to pi radian, it is a sine function. Here output DC current is the average value of the
DC current. IDC is equal to IAV, where IAV is the average value of the DC current. IDC can be found. Okay, for that, from the mathematical representation of this cycle from 0 to pi is Im sin theta. Okay, Im sin theta. So total current at d theta radian, in d theta radian will be Im sin theta into d theta, Im sin theta into d theta. In order to find total current between 0 to pi radian, we have to integrate this Im sin theta d theta from 0 to pi. Okay, 0 to pi Im sin theta d theta is the total current from 0 to pi radian or between 0 to t by 2 time. Okay, now total current between 0 and 2 pi radian is double of total current from 0 to pi radian, that is 2 into integral 0 to pi Im sin theta d theta. That is the total current from 0 to 2 pi radian. In order to find average value, we have to divide this by 2 pi radian. Okay, so average value of the DC current obtained across output load resistor is IDC is equal to 2 by 2 pi integral 0 to pi Im sin theta d theta. Okay, 2 can be cancelled, therefore IDC is equal to Im can be taken outside because it is constant. Im by pi integral 0 to pi sin theta d theta. Okay, that is IDC is equal to Im by pi into integral of sin theta d theta is minus cos theta. Minus cos theta. We have to apply the limit 0 to pi here. So IDC is equal to Im by pi minus cos theta. 0 to pi is the limit. Therefore, we get cos 0 minus cos pi here. Okay, IDC is equal to Im by pi into cos 0 is 1, cos pi is minus 1. Therefore, cos 0 1 minus cos pi is minus 1, minus 1 plus 1. So IDC is equal to Im by pi into 1 plus 1, that is 2, 2 into Im pi, that is 2 Im by pi. Okay, therefore IDC is equal to 2 Im by pi here. That is equation number 3. Now we are substituting equation 3 in equation 2. Okay, in equation 2, PDC is equal to IDC square RL. In place of IDC, we are substituting 2 Im by pi. So PDC becomes 2 Im by pi whole square RL. Okay, that is 2 square 4 Im square by pi square RL. Okay, therefore PDC is equal to 4 Im square RL by pi square. That is the output DC power. Now we have to find a IRMS from this input AC. Okay, IRMS is root mean square value of the input AC current. IRMS is equal to, here IRMS is equal to root mean square. First we have to take the square of the current. Here current is Im sin omega t. Okay, it's square. Squaring this we get Im sin omega t whole square. Okay, Im is the maximum value of current and current is varying sinusoidally. So current can be represented as Im sin omega t. Taking square we get Im sin omega t whole square. Okay, within time dt, square of the current will be Im sin omega t whole square dt. Okay, then we have to take its mean, square root of mean of the square. Okay, we squared the current, now we have to take its mean. In order to take mean, from 0 to t, total current will be integral 0, total of the square of the current will be integral 0 to t Im sin omega t whole square dt. Okay, in order to find the average, we have to divide it by the time period t. So average value or mean value of the square of the current will be 1 by t integral 0 to t Im sin omega t whole square dt. Now we have to find its square root. Okay, therefore root mean square value of the input AC current IRMS is equal to square root of 1 by t integral 0 to t Im sin omega t whole square dt. Okay, that is IRMS is equal to square root of 1 by t integral 0 to t Im square sin omega t square sin square omega t dt. Okay, Im square is constant, so we can take it outside. Okay, so IRMS is equal to square root of
Im square by t integral 0 to t sin square omega t dt. Okay. Square root of Im square is Im, square root of t is root t. So IRMS is equal to Im by root t, square root of integral 0 to t sin square omega t can be written as 1 minus cos 2 omega t divided by 2. Okay, therefore sin square omega t dt 1 minus cos 2 omega t by 2 into dt. Okay, so IRMS is equal to Im by root t square root of here integral 0 to t 1 by 2 dt, 1 by 2 dt, 1 by 2 is constant, can be taken outside. Then integral dt is t. We are applying limit here from 0 to t. Next term is integral 0 to t 1 by 2 cos 2 omega t dt. Okay, we studied that integral of any harmonic function over a time period always equal to 0. Here cos 2 omega t is a harmonic function, so when it is integrating over time period t or from 0 to t, its answer will be 0. So integral 0 to t cos 2 omega t dt is equal to 0. So within the square root we get the terms 1 by 2 integral 1 by 2 t 0 to t only. Okay, applying limit we get IRMS is equal to Im by root t 0 to t minus 0, that is t by 2. Okay, therefore IRMS is equal to Im by root t square root of t by 2. Okay, this root t and root t can be cancelled, so IRMS is equal to Im by root 2, that is the root mean square value of the input AC current. IRMS is equal to Im by root 2. In the case of half wave rectifier, that root mean square value of the current is Im by 2. Here in the case of full wave rectifier, it is only Im by root 2. Okay, then we know the expression for input AC power, that is PAC is equal to IRMS square RF plus RL, where RF is the forward resistance of the diode and RL is the load resistance. Substituting the value of Im by root 2 in place of IRMS, we get PAC is equal to Im by root 2 whole square RF plus RL. Okay, that is PAC is equal to Im square, root 2 square is 2, Im square by 2 RF plus RL, that is equation number 5. Therefore input AC power is Im square by 2 into RF plus RL, that is equation number 5. So in equation 4 we get output DC power PDC is equal to 4Im square by pi square RL. In equation 5 we get input AC power PAC is equal to Im square by 2 into RF plus RL. We are substituting both these equations 4 and 5 in equation 1. So we get eta is equal to rectification efficiency eta is equal to, in place of PDC we substitute 4Im square by pi square RL. So that is equal to 4Im square by pi square into RL divided by, in place of PAC Im square by 2 into RF plus RL. So eta is equal to 4Im square by pi square RL divided by Im square by 2 into RF plus RL. This Im square can be cancelled. Okay, Im square can be cancelled. This by this 2 will be 2 can be brought to the numerator part, 2 into 4 8 pi square can be brought to the denominator part. So here 8 by pi square. Okay, eta is equal to 8 by pi square into RL divided by RF plus RL. But here forward resistance of the diode is very much less than the load resistance. So RF plus RL, okay, RF is nearly equal to 0. So RF plus RL approximately equal to RL here. So eta is equal to 8 by pi square into RL by RL. RL can be cancelled. So eta is equal to 8 by pi square. 8 by pi square is 0.812. So rectification efficiency of the full wave rectifier is 0.812. In percentage, it is 81.2 percentage. So rectification efficiency of a full wave rectifier is 81.2 percentage, which means it can rectify 81.2 percentage of the input AC into DC. Okay, 81.2 percentage of the input AC can be converted to DC by this full wave rectifier. Now we have to discuss about the power efficiency of the center tapped full wave rectifier. Half wave rectifier നമ്മൾ പറഞ്ഞു ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന AC-യുടെ 50% മാത്രമാണ് ഡയോഡിലേക്ക് എത്തുന്നത്. അതിന് കാരണം 50% അല്ലെങ്കിൽ
ഫോർവേഡ് ബയാസ് ചെയ്യുന്ന അല്ലേ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമാണ് അത് പിന്നെ റെക്ടിഫൈ ചെയ്യുന്നത്. അതിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളുകളൊക്കെ അത് എലിമിനേറ്റ് ചെയ്ത് കളയാണ്. കാരണം ഡയോഡ് റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ നിൽക്കുക. അപ്പോൾ 50% മാത്രമാണ് ഡെലിവറി ചെയ്യുന്നുള്ളൂ. അതിൽ 40.6%നെയും എന്താക്കിയിട്ട് മാറ്റണു എന്നുള്ളതാണ് പിന്നെ എന്താ പറയുക DC ആക്കിയിട്ട് മാറ്റണു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി പറഞ്ഞത് 81.2% ആണ്. ഇവിടെ കൊടുക്കുന്ന 100% ഇൻപുട്ട് AC പവറും റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞു 81.2% എന്ത് ചെയ്യുന്നുണ്ട് റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 100ൽ 81.2 എന്ത് ചെയ്യുന്നുണ്ട് റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പവർ എഫിഷ്യൻസി എത്ര തന്നെ വരിക 81.2% ആണ്. നേരത്തെ 50% ഡെലിവറി ചെയ്യുന്നതിൽ 40.6ഉം എന്ത് ചെയ്തു റെക്ടിഫൈ ചെയ്തു. അപ്പോൾ പവർ എഫിഷ്യൻസി വന്നിട്ടുണ്ടായിരുന്നത് അവിടെ 40.6 ഡിവൈഡഡ് ബൈ 50 81.2 ആയിരുന്നു. ഇവിടെ 100 ഡെലിവറി ചെയ്യുന്നുണ്ട്, എല്ലാം ഡെലിവറി ചെയ്യുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിൽ 81.2 എന്ത് ചെയ്യുന്നുണ്ട് റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി വരുന്നത് 81.2% തന്നെയാണ്. അപ്പോൾ രണ്ടിൻ്റെയും പവർ എഫിഷ്യൻസി ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെയും ഫുൾ വേവ് റെക്ടിഫയറിൻ്റെയും പവർ എഫിഷ്യൻസി ഈക്വൽ ആണ്. ഓക്കെ, ഇനി ഇവിടെ റിപ്പിൾ ഫാക്ടർ നോക്കുക. ഈ റിപ്പിൾ ഫാക്ടർ ഇസ് ഈക്വൽ ടു the ratio of AC current to the DC current of the output. Okay, ripple factor is the ratio of AC component to the DC component of the output current. Okay, so IAC here ripple factor is equal to IAC by IDC. IAC, we have IAC is equal to square root of IRMS square minus IDC square. So ripple factor is equal to, in place of IAC we can substitute root of IRMS square minus IDC square divided by IDC square root IDC square. Therefore ripple factor is equal to square root of IRMS square minus IDC square divided by square root of IDC square. Okay, IRMS square by IDC square, square root of IRMS square by IDC square minus square root of IDC square by IDC square. That is ripple factor is equal to square root of IRMS square by IDC square minus IDC square by IDC square is 1. So ripple factor is equal to square root of IRMS square by IDC square minus 1. Okay, we studied that in the case of full wave rectifier, IRMS is equal to Im by root 2 and IDC is equal to 2Im by pi. So we are substituting these here. Ripple factor is equal to square root of IRMS square is Im by root 2 whole square divided by IDC square is 2Im by pi whole square minus 1. That is ripple factor is equal to Im square can be cancelled. Here root 2 square is 2 can be brought to the denominator part. 2 square is 4, so 2 into 4 is 8. Pi square can be brought to the numerator part, so this term becomes pi square by 8. Square root of pi square by 8 minus 1. Square root of pi square by 8 minus 1 is 0.48. So here ripple factor is only 0.48. In the case of half wave rectifier it is 1.21. It is very high, but here ripple factor is only 0.48, which means AC component present in the output is very less in the case of center tapped full wave rectifier or full wave rectifier than half wave rectifier. Now we are going to discuss about the disadvantages of the center tapped full wave rectifier. We studied that PIV required for the diode is 2 Vm in the case of center tapped full wave rectifier. Okay, it is very high. In the case of half wave rectifier it is only Vm. So we have to use diodes having PIV greater than or equal to 2 Vm. Okay, that is one of the disadvantage of the center tapped full wave rectifier. PIV of the diodes must be greater than or equal to 2 Vm. Okay, we must use diodes of high peak inverse voltage. That is one of the disadvantage. Now here it is very difficult to locate center tap on the secondary winding of the step down transformer. Okay, we take the load resistor across the center tap of the transformer here. Okay, but it is very difficult to locate such a center tap on the secondary winding of the step down transformer. Such a step down transformer is very difficult to create. Okay, it is also one of the disadvantage of the center tapped full wave rectifier. So we have to design a new rectifier circuit, full wave rectifier circuit, that is bridge rectifier. It will be discussed in the next video. Thank you friends.